ഫോണ് നേരെ ഓപ്പോസിറ്റ് വെക്കുക. ഫോൺ ഇതാ ഇങ്ങനെ വെക്കാനായിട്ട് നോക്കുക. ഓക്കെ, ലാപ്പിലാണെങ്കിൽ വളരെ നല്ലത്. ഓക്കെ ആണല്ലോ. ഇനി എനിക്ക് കുറച്ചു പേരുടെ ഫേസ് ഒന്നും തന്നെ കാണാൻ പറ്റുന്നില്ല. നമുക്ക് ഈ ഒരു അവസരത്തില് ഏറ്റവും നല്ല അനുഗ്രഹമായി കിട്ടിയതാണ് ഈ ഹെർബൽ ലൈഫ് വെർച്വൽ പ്രോഗ്രാം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് മോർണിംഗ് എഡ്യൂക്കേഷൻ അല്ലേ. വീട്ടിലുള്ള ആൾക്കാർ പോലും രാവിലെ എണീറ്റ് പരസ്പരം കാണാതെ ഇറങ്ങിത്തിരക്കിന്റെ പിന്നാലെ പോകുമ്പോ മുഖാമുഖം കണ്ട് വളരെ സന്തോഷത്തോടെ നമുക്ക് പോവാൻ പറ്റുന്ന ഒരു നല്ല ഒരു രസകരമായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പൊ എല്ലാരും എന്ത് ചെയ്യണം, ക്യാമറ ഓൺ ചെയ്ത് വളരെ സന്തോഷത്തോടു കൂടി ഹാപ്പി ആയിട്ട് തന്നെ നമ്മുടെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. വെറും ഒരു അരമണിക്കൂറാണ്, എന്നാൽ കിട്ടുന്നതോ ലൈഫ് ലോങ്ങുള്ള അറിവാണ് ആണല്ലോ. ഓക്കെ, ഇനി നിങ്ങൾ ലേഡീസ് ആണെങ്കിൽ നല്ലൊരു ഡ്രസ് കോഡ് തന്നെ ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ജെന്റ്സ് ആണ് എങ്കിൽ ഷർട്ടോ ടീഷർട്ടോ ഇട്ട് നമ്മുടെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇന്ന് വളരെ രസകരമായിട്ടുള്ള ടോപ്പിക് ആണ് അല്ലേ, ബേസ് ലേഡീസ് ലൈഫ് ലൈൻ. ഇനിയും കുറച്ചു പേർക്ക് ജോയിൻ ആവാനായിട്ട് എന്തോ വിഷയം വരുന്നുണ്ട്. കുറച്ചു പേരും കൂടി ജോയിൻ ആവട്ടെ. അപ്പത്തേക്കും ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എന്റെ പേര് ഷംല സിറാജ്, വയസ്സ് 32, തലശ്ശേരി മേക്കുന്നിൽ നിന്ന് കണക്ട് ആയിരിക്കുന്നു. ദൈവാനുഗ്രഹം കൊണ്ട് തന്നെ എന്റെ കോച്ചിന്റെ സപ്പോർട്ടോട് കൂടി, സിസ്റ്റം ലീഡേഴ്സിന്റെ ഒക്കെ സപ്പോർട്ടോട് കൂടി ഇത് 6ാമത്തെ വർഷമാണ്. വളരെ ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ മുമ്പോട്ട് പോകുന്നു. അതിന് ദൈവത്തോടും എന്റെ കോച്ചേഴ്സിനോടും എന്റെ ഫാമിലിയോടും ഞാൻ ഫ്രം ദ ഹാർട്ട് നന്ദി പറയാണ്. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു അവസരം തന്ന സിസ്റ്റം ലീഡറിനും എന്റെ കോച്ചിനും ഫ്രം ദ ഹാർട്ടിന് താങ്ക്സ് പറയാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരുപാട് പേര് വീഡിയോ ഓഫ് ആണെന്ന് തോന്നുന്നു അല്ലേ. എല്ലാവരും തിരക്കൊക്കെ കഴിഞ്ഞ് ഓടി വന്നേ. എനിക്ക് എന്നെ തന്നെ കണ്ട് സംസാരിക്കുമ്പോ എന്തോ ഒരു രസമില്ല. ഓക്കെ, നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന കാര്യം എന്താ, വെയ്റ്റ് ലൈൻ ഈസ് ലൈഫ് ലൈൻ ആണല്ലോ. ഇത് അമിതവണ്ണമുള്ള ആൾക്കാരിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന കാര്യമാണ്. അതിനെപ്പറ്റി നമ്മൾ ഒരുപാട് അവയർനെസ് എടുക്കുന്നുണ്ട്. എന്നാൽ ഈ മെലിഞ്ഞ ആൾക്കാരില് ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോഴോ, ഞാന് വണ്ണം ഒന്നുമില്ല പക്ഷെങ്കിൽ എനിക്ക് നല്ല വയറുണ്ട്, ഒരു ഡ്രസ്സ് പോലും നല്ല രീതിയിൽ ഇടാനായിട്ട് പറ്റുന്നില്ല എന്നുള്ള ഒരു അവസ്ഥയുള്ള എത്ര ആൾക്കാരുണ്ട്. ചാറ്റ് ബോക്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ, മ്യൂട്ട് മാറ്റരുത്. ചാറ്റ് ബോക്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഒരുപാട് പേരുണ്ടാവും വണ്ണം കുറഞ്ഞിട്ടും വയറ് കൂടുതലായിട്ട് കുറയാനായിട്ട് പറ്റുന്നില്ല, കുറക്കാനായിട്ട് പറ്റുന്നില്ല. വയറ് കുറഞ്ഞാലും നമുക്കൊരു എന്താ പറയാ, ഒരു തൃപ്തി ഇല്ലാത്ത രീതിയിലുള്ള വെയ്റ്റ് ലൈൻ ആണ് എന്നൊക്കെയുള്ള ആൾക്കാർ എത്ര പേരുണ്ട് ഇതില്? ഓക്കെ, വെരി ഗുഡ്. അപ്പം ഇത് നമ്മൾ വെയിറ്റ് കുറച്ചാൽ മാത്രം വയറ് കുറയോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ വെയിറ്റ് ഇല്ലാത്ത ആൾക്കാർക്കും വയറുണ്ടല്ലോ ആണ്. അപ്പൊ നമ്മൾ എങ്ങനെയൊക്കെ ക്ലിയർ ആക്കേണ്ടതുണ്ട് എന്നുള്ളതിനെ പറ്റിയിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ സംസാരിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണ രീതി നമ്മൾ ആദ്യം കറക്റ്റ് ചെയ്യണം. അത് ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് എല്ലാവർക്കും സാധ്യമാണ് ആണല്ലോ. സ്ലൈഡ് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? One minute. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അതായത് നമുക്ക് ഒരു നല്ല അമിതമായിട്ടുള്ള വയറുള്ള ആൾക്കാർ, അവർക്ക് എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ താഴെ ഭാഗം, അതായത് കാലിന്റെ ഭാഗം കാണാനായിട്ട് അവർക്ക് ബുദ്ധിമുട്ടാണ്. എക്സാമ്പിൾ വെയിറ്റ് നോക്കുമ്പോ തന്നെ വേറൊരാളുടെ ഹെൽപ്പ് വേണം അല്ലെ, നല്ല അമിതവണ്ണമുള്ള ആൾക്കാർ. അതേപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഇനിയിപ്പോ വണ്ണം ഒന്നുമില്ല, വയറ് മാത്രമാണ് എന്നുള്ള ആൾക്കാരുണ്ട്. ഇത് നമ്മളുടെ കോൺഫിഡൻസ് ലെവലിനെ അപ്പാടെ തകർക്കുന്ന ഒരു കാര്യമാണ്.
അല്ലെ? ഒരു നല്ലൊരു ഭംഗിയില് ഇവിടെ നമ്മളെ കളറിലോ അല്ലെങ്കിൽ ബോഡി ഷേപ്പിലോ അല്ല, അതൊന്നും അല്ല. അത് ഈ വയറ് എന്ന് പറയുന്ന ഒരു സംഭവം വലിയ വിഷയം തന്നെയാണ്. എന്നാൽ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം ഒരു ഭംഗി കുറവ് മാത്രമല്ല ഇതിന്റെ പ്രശ്നങ്ങൾ. ഉള്ളില് ഇത് സംബന്ധമായിട്ട് പല പ്രശ്നങ്ങളും നമുക്ക് വരും. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ സ്കിന്നി ഫാറ്റ് ആണ് ഈ മെലിഞ്ഞ ആൾക്കാരിൽ വയറ് ചാടാനുള്ള മെയിൻ ഇഷ്യൂ. അത് നമുക്ക് ആദ്യം നോക്കാം. ഓക്കെ, അതായത് നമ്മളിപ്പോ ഈ കൂട്ടുകാർക്ക് കൂടുതലായിട്ട് മധുരപ്രിയരായിരിക്കും. മധുരം കൂടുതലായിട്ട് ഇഷ്ടമുള്ള ആൾക്കാരായിരിക്കും ആര്? ഈ സ്കിന്നി ഫാറ്റ് കൂടുതലുള്ള ആൾക്കാർ. മീൻസ് മെലിഞ്ഞിട്ടും വയറ് ചാടിയ ആൾക്കാർക്ക് മധുരത്തിനോട് നല്ല ഇഷ്ടം ഉണ്ടാവും. അതേപോലെ തന്നെ ഇവര് കൂടുതലും ഇരുന്ന് ജോലികൾ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ഇവരൊക്കെ എന്തായിരിക്കും എന്ന് വെച്ചാല് ഇരുന്ന് ജോലികൾ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ഇനി ഭക്ഷണ രീതികൾ നോക്കുമ്പോഴോ ഇവര് വേഗമൊന്നും ഭക്ഷണം കഴിക്കില്ല. ഒരുപാട് ലോങ് ടൈം എടുത്ത് കഴിക്കുന്ന ഭക്ഷണം അത്രയും ഒരുമിച്ച് കഴിക്കുന്ന ആൾക്കാരായിരിക്കും. നെക്സ്റ്റ് എന്ന് വെച്ചാല് എക്സസൈസിന് ഒരു റെഗുലർ, അതായത് ഒരു ഡിസിപ്ലിനോട് കൂടി കൺസിസ്റ്റന്റ് ആയിട്ട് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? എക്സസൈസ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലുള്ള ആൾക്കാരായിരിക്കും ഇവരുണ്ടാവുക. അതേപോലെ തന്നെ വാട്ടർ ഇൻടേക്ക്, കറക്റ്റ് ആയിട്ട് വെള്ളം പ്രോപ്പർ ആയിട്ട് കുടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇവർക്ക് ഉണ്ടാവുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു അൺഹാപ്പിനെസ് ലൈഫ്, അതായത് ഒരു ഹാപ്പിനെസ് ഇല്ലാത്ത ഒരു ലൈഫിലൂടെ റണ്ണ് ചെയ്ത് പോകുന്ന വ്യക്തികളായിരിക്കും ഇവര്. ഇനി ലേറ്റ് ആയിട്ട് നൈറ്റ് ഫുഡ് കഴിക്കുന്ന ആൾക്കാർ, ഞാനൊന്നും കൂടുതലായിട്ടൊന്നും കഴിക്കാറില്ല, എന്നാലോ കഴിക്കുന്ന ഭക്ഷണം വളരെ ലേറ്റ് ആയിട്ട് കിടക്കുന്നതിന്റെ അരമണിക്കൂർ മുമ്പോ അല്ലെങ്കിൽ 1/4 മണിക്കൂർ മുമ്പോ കഴിച്ച് കിടന്ന് ഉറങ്ങുന്ന വ്യക്തികളായിരിക്കും ഈ വ്യക്തികൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത്, അതായത് നമ്മളുടെ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുമോ? കുറച്ചുകൂടി ഇവർക്ക് യൂസ്ഫുൾ ആവുമായിരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്താന്ന് വെച്ചാല്, നമുക്ക് കോർട്ടിസോൾ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ട് നമ്മളെ ബോഡിയിൽ. അതായത് നമുക്ക് സ്ട്രെസ് കൂടുമ്പോ, ഓക്കെ 1 മിനിറ്റ്, നമുക്ക് സ്ക്രീനും കൂടി ഷെയർ ചെയ്യുകയാണെങ്കിൽ സൂപ്പർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, വളരെ രസകരമായിട്ട്. ഓക്കെ, നമ്മൾ പറഞ്ഞു വന്നതായിരുന്നു കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോൺ. ഈ ഹോർമോണ് കൂടുന്നതിന് കണക്കായിട്ടും ഈ വിസറൽ ഫാറ്റ് അതുപോലെ തന്നെ സ്കിന്നി ഫാറ്റ് വന്നിട്ട് നമ്മളെ വയറിൽ അടിഞ്ഞു കൂടും. എന്താണ് ഈ കോർട്ടിസോൾ ഹോർമോൺ എന്ന് പറയുന്നത്? അതായത് ഒരു നായ നമ്മളെ കടിക്കാൻ വരുന്നു, അപ്പൊ നമ്മൾ എന്ത് പ്രവർത്തിക്കും? പെട്ടെന്ന് എടുത്ത് ഓടും അല്ലെ? അത് നമ്മളെ ബോഡിയില് നമുക്ക് എന്താവുന്നതാണ്? കോർട്ടിസോൾ ഹോർമോണിന്റെ കണ്ടന്റ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇനിയിപ്പോ അത് കൂടുതലാവുമ്പോ എന്താ പ്രശ്നം ഉണ്ടാവുക? നെക്സ്റ്റ് സ്ലൈഡ് പോയിക്കോട്ടെ. നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. അപ്പം ഇത് കൂടുതലാവുമ്പോ, അതായത് ഇങ്ങനെയുള്ള സ്ട്രെസ് ഹോർമോണ് നമുക്ക് കൂടുമ്പോ നമുക്ക് എന്ത് സംഭവിക്കുന്നു വെച്ചാല് കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോണ് കൂടുകയും ഇത് നമ്മളുടെ വയറിലേക്ക് ഈ ഒരു ഫാറ്റിനെ അടിഞ്ഞു കൂടി നിർത്തുകയും ചെയ്യും. അപ്പൊ നമ്മൾ മാക്സിമം നമ്മുടെ സ്ട്രെസ് റിലീഫ് ആക്കാനായിട്ടും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരു 3 തരത്തിൽ, അതായത് നമുക്ക് വയറ് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താ പറയാ, വിസറൽ ഫാറ്റ് ഉണ്ട് ആണല്ലോ. ഈ വിസറൽ ഫാറ്റ് കൂടുമ്പോ വലിയ അപകടമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ നിങ്ങളുടെ ബോഡി പാരാമീറ്റേഴ്സ് ചെക്ക് ചെയ്തപ്പോ നിങ്ങളുടെ കോച്ച് പറഞ്ഞു തന്നിട്ടുണ്ടാവും നിങ്ങളുടെ ഫാറ്റ് ഇത്രയാണ്, നിങ്ങളുടെ വിസറൽ ഫാറ്റ് ഇത്രയാണ് എന്നുള്ളത് ആണല്ലോ.
അതെ. അപ്പം ഇതില് ഈ ഒരു ഫാറ്റ് കൂടുമ്പോ, അതായത് നമ്മുടെ സ്കിന്നിന്റെ ഇടയിലേക്ക് കാണപ്പെടുന്ന ഫാറ്റ് കൂടുതലായിട്ട് വരുമ്പോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് നമ്മളൊരു വേസ്റ്റ് ലൈന്, വയറിന്റെ പൊക്കിൾ ചുറ്റളവ് ജെൻസിന്, പുരുഷന്മാർക്ക് 40 ഇഞ്ചിന് മുകളിലും സ്ത്രീകൾക്ക് 35 ഇഞ്ചിന് മുകളിലും ആണ് എങ്കിൽ തീർച്ചയായിട്ടും ഇവർക്ക് ഈ തരത്തിലുള്ള ഫാറ്റ് കൂടുതലായിട്ടുണ്ടാവും. ഇവർക്ക് നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും, ഇവർക്ക് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ ഒരുപാട് ഉണ്ടാവാം, ഹൃദയാഘാതം വരാനുള്ള ചാൻസ് കൂടുതലാണ്, ഡയബറ്റിക് 2 വരാനുള്ള ചാൻസ് കൂടുതലാണ്, ഇവരെ രക്തത്തിലെ അതായത് ബ്ലഡ് പ്രഷർ കൂടാനുള്ള ചാൻസ് കൂടുതലാണ്, എന്തിന് ക്യാൻസർ പോലും വരാനുള്ള ചാൻസുകൾ ഒരുപാടാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാല് ചെറുതായിട്ട് കാണരുത്. നിങ്ങൾ ഈ വയറ് ചാടുന്നത് ഒരു ചെറിയൊരു സംഭവമായിട്ട് നിങ്ങൾ കാണരുത്. ചില ആൾക്കാർ പറയും നടന്നാ മതി, അല്ലെങ്കിൽ എന്തെങ്കിലും എക്സസൈസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഭക്ഷണം കട്ട് ചെയ്താൽ മതി, അല്ലെ? ഇങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാല് പ്രതിരോധ ശേഷി ഇത് നമുക്ക് ഓട്ടോമാറ്റിക്കലി നഷ്ടാവും. 30 വയസ്സിന് ശേഷം നമ്മുടെ ഭക്ഷണങ്ങള് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാല് സ്ക്രീന് മാറ്റിക്കോളൂ, മൂവ്മെന്റ് ആവുന്നില്ല വെച്ചാല്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാല് ഈ 30 വയസ്സിന് ശേഷം നമ്മൾ ഭക്ഷണങ്ങൾ സെലക്ട് ചെയ്ത് കഴിക്കാനായിട്ട് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്നാൽ നമ്മള് ഈ ഒരു 30 വയസ്സ് കഴിഞ്ഞാല് പല വിഷയങ്ങൾ കാരണവും, അതായത് ഷുഗർ, പ്രഷർ, തൈറോയിഡ്, കൊളസ്ട്രോൾ പോലുള്ള അസുഖങ്ങൾ കാരണം പല ഭക്ഷണങ്ങളും നമ്മൾ മാറ്റിവെക്കാണ് ആണല്ലോ. ഈ മാറ്റി വെക്കുന്ന സമയത്ത് നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളുടെ ബോഡിയിലെ, അതായത് ഒരു ഹ്യൂമൻ ബോഡിയിലെ പേശികളിലേക്ക്, മസിലുകളിലേക്ക്, അതേപോലെ തന്നെ നമ്മളുടെ കോശങ്ങളിലേക്ക് കിട്ടേണ്ട പോഷകങ്ങൾ കറക്റ്റ് ആയിട്ട് കിട്ടുമോ? ഇല്ല. അവിടെയാണ് നമുക്ക് ഇവിടെ ന്യൂട്രീഷന്റെ പ്രാധാന്യം വരുന്നത്. ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ ഈ 30 വയസ്സ് കഴിഞ്ഞാല് കഴിക്കുന്ന ഫുഡ് വളരെ ഹെൽത്തി ആയിരിക്കണം. അതേപോലെ തന്നെ ഡേ ടു ഡേയിൽ നമ്മൾ കഴിച്ചു വരുന്ന ഭക്ഷണങ്ങൾ മാത്രമല്ല, നമ്മളെ ശരീരത്തിന് കൊടുക്കുന്ന വ്യായാമം, വെള്ളം, അതേപോലെ തന്നെ ഹാപ്പിനെസ്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിരിക്കണം. ഇത് നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളെ ലൈഫിനെയും നിങ്ങളെ വീടുകളിലുള്ള കുടുംബാംഗങ്ങളുടെ ഓരോ വ്യക്തികളുടെയും ജീവിതത്തെയും ഒക്കെ എന്താണ് വളരെ നല്ല രീതിയിൽ ബാധിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? വളരെ നല്ല രീതിയിൽ തന്നെ ഒരു ദിവസം മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് വളരെയധികം കെയർഫുൾ ആയിട്ട് ഇരിക്കേണ്ടതുണ്ട്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ ഭക്ഷണങ്ങൾ, അതായത് നമ്മളിപ്പോ വെയിറ്റ് ലോസ് ചെയ്യുന്ന പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത പാടുള്ള ആൾക്കാരുണ്ടാവും, ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് 2 മാസം 3 മാസമൊക്കെ ആയവരുണ്ടാവും, 1 വർഷം ആയവരുണ്ടാവാം, 2 വർഷം ആയവരുണ്ടാവും, ഇപ്പവും വെയിറ്റ് ലോസ് പ്രോസസ്സിൽ റൺ ചെയ്തോണ്ടിരിക്കുകയാണ്. ഇവരൊരു മൈൻഡ് സെറ്റ് വരുന്നത് എന്താന്ന് വെച്ചാൽ ഈ ഫുഡൊക്കെ അതായത് കൺട്രോൾ ചെയ്ത് നമ്മള് ന്യൂട്രീഷൻ ഫുഡ് 2 ടൈം എടുത്തു, 2 ടൈം എടുക്കുമ്പോഴാണല്ലോ നമുക്ക് സൂപ്പർ റിസൾട്ട് കിട്ടുന്നത്. ഇത് 2 ടൈം എടുത്ത് കഴിഞ്ഞാൽ പിന്നെ 1 ടൈം എടുത്താണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സ്റ്റോപ്പ് ചെയ്യേണ്ടത്. അതായത് നമ്മൾ എത്ര ദിവസം കൊണ്ടാണോ നമുക്ക് വേണ്ടുന്ന വെയിറ്റ് കുറച്ചത്, ഇപ്പൊ 10 കിലോനാണ് എനിക്ക് കുറക്കാനുള്ളത് എങ്കിൽ ഈ 10 കിലോന് എന്തിനാ കുറക്കുന്നേ? ഭംഗിയായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണോ? ഒരിക്കലും അല്ല. നിങ്ങളുടെ ശരീരത്തിന് ഒരു പ്രയാസവും കൂടാതെ വർക്ക് ചെയ്യണമെങ്കിൽ ഹൈറ്റിനനുസരിച്ച് വെയിറ്റ് ഉണ്ടായേ പറ്റുള്ളൂ. ഈ വെയിറ്റ് കൂടുമ്പോ നിങ്ങളുടെ ഫാറ്റ്, സ്കിന്നി ഫാറ്റ്, അതായത് ഇത് സേവ് ചെയ്യും, ഒരുപാട് ആവശ്യത്തിൽ കൂടുതലായിട്ട് സേവ് ചെയ്യും. ഇത് വിസറൽ ഫാറ്റിലേക്ക് മാറിയിട്ട് ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള മേജർ കിഡ്നീസ് രോഗങ്ങൾ നിങ്ങളെ പിടിപെടും. ഇങ്ങനെ നിങ്ങൾ വേണ്ടിയിട്ടും വേണ്ടാണ്ടുള്ള മെഡിസിൻ കഴിച്ചിട്ട് വലിയ ഒരു അസുഖത്തിന് രോഗിയായി ട്രീറ്റ്മെന്റ് എടുത്ത് ഹോസ്പിറ്റലിൽ കിടന്ന് മരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ജനങ്ങൾ പോവാനുള്ള മെയിൻ ഓഫ് ദ വൺ റീസൺ അൺഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാല് നമുക്ക് ആവശ്യമുള്ള, നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് സെലക്ട് ചെയ്ത് കഴിക്കാൻ നോക്കാം. 10 കിലോ നിങ്ങൾക്ക് കുറക്കണോ? 10 ആഴ്ച നിങ്ങൾ എന്ത് ചെയ്യണം? 2 ടൈം ന്യൂട്രീഷൻ ഷേക്ക് മിക്സ് കഴിക്കണം. എന്തിനാണ് അങ്ങനെ പറയുന്നതെന്നറിയോ? ഈ ന്യൂട്രീഷനുള്ള കണ്ടന്റ് 18 തരത്തിലുള്ള എസെൻഷ്യൽ വൈറ്റമിൻസും മിനറൽസ് ആണ് നമ്മുടെ ന്യൂട്രീഷൻ ഫുഡിൽ വരുന്നത്. അത് മാത്രല്ല, നമ്മൾ കാലറി, ഇത് കൂടുതലുള്ള ആൾക്കാർ കൂടുതലായിട്ട് എന്ത് ചെയ്യണം? കാലറീനെ ഔട്ട് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം? കുറഞ്ഞ കാലറി ഉള്ളിലേക്ക് കൊടുക്കണം.
അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് 2 നേരം കഴിക്കുന്ന നമ്മളുടെ ഈ ഒരു ന്യൂട്രീഷൻ ഫുഡ് ലോ GI ഫുഡാണ്. അത് സൂപ്പർ ആയിട്ട് നമ്മളെ ബോഡിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതിനായിട്ട്. അത് മാത്രമല്ല, നമ്മൾ ഈ ലോ GI ഫുഡ് കഴിക്കുമ്പോൾ നമ്മളെ ബോഡിയിൽ എക്സസ് ആയിട്ടുള്ള ഫാറ്റ് ഈ കാലറിയുമായിട്ട് കൺവേർട്ട്, അതായത് ഊർജ്ജമായിട്ട് മാറുമ്പോൾ നമുക്ക് വെയിറ്റ് ലോസിനും ഫാറ്റ് ലോസിനും വളരെ സിമ്പിൾ ആണ്. അപ്പൊ 2 ടൈം തന്നെ നമ്മൾ എന്ത് ചെയ്യാം, ന്യൂട്രീഷൻ ഷേക്ക് മിക്സ് എടുക്കുക. ഇത് കഴിഞ്ഞിട്ട് നമ്മള് വെയിറ്റ് ലോസ് ചെയ്തു, ഹൈറ്റിനനുസരിച്ച് വെയിറ്റ് ആയി 10 kg നമ്മൾ വെയിറ്റ് ലോസ് ചെയ്തു. പിന്നെ എന്ത് ചെയ്യണം എന്ന് വെച്ചാല്, പിന്നെയും എത്ര ദിവസം കൊണ്ടാണോ നിങ്ങൾ ആ ഐഡിയൽ വെയിറ്റ് റീച്ച് ചെയ്തത് അത്രയും ദിവസം നിങ്ങൾ അത് മെയിൻറ്റെയിൻ ചെയ്യണം. 1 ടൈം ലോ GI ഫുഡ് കൊടുത്ത് അത്രയും നല്ല വൈറ്റമിൻസും മിനറൽസും ഉള്ള ആ ഒരു നമ്മുടെ ന്യൂട്രീഷൻ ഷേക്ക് മിക്സ് കൊടുക്കാനായിട്ട് തന്നെ ശ്രദ്ധിക്കുക, വിത്ത് വെൽനസ് കോച്ചിന്റെ ഗൈഡിങ്ങോട് കൂടിയിട്ട്. ഇത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഞാൻ ഈ പറഞ്ഞതുപോലെ ശരീരത്തിന് ആവശ്യമുള്ള ഭക്ഷണങ്ങൾ കൊടുക്കുക. നിങ്ങളെ ടേസ്റ്റിന് പിന്നെയും പിന്നെയും പിന്നാലെ പോകുമ്പോ നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ സ്നേഹിക്കുന്ന ആൾക്കാരാണ് എങ്കിൽ, നിങ്ങൾക്ക് മരണം വരെ ആരോഗ്യത്തോടെ ഇരിക്കണം എന്നുള്ള ചിന്ത ഉള്ള ആൾക്കാരാണെങ്കിൽ, നിങ്ങളെ തലമുറകള് ആരോഗ്യത്തോടെ ജീവിക്കണം എന്നുള്ള ആഗ്രഹങ്ങളുള്ള ആൾക്കാരാണ് എങ്കിൽ, നിങ്ങളെ ഭക്ഷണം നിങ്ങളെ കയ്യിലാണ്, നിങ്ങളാണ് ശ്രദ്ധിച്ച് കഴിക്കേണ്ടത്. അപ്പം ലോ കാലറി ഉള്ള ഫുഡ് സെലക്ട് ചെയ്ത് കഴിക്കുക. ഒരുപാട് പച്ചക്കറികളും ധാന്യങ്ങളും അതുപോലെ തന്നെ പഴവർഗ്ഗങ്ങളും ഒക്കെ കഴിക്കുക. ഇനി നമുക്ക് ഈ വയറ് കുറക്കാനായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, പ്രായം കൂടും തോറും സ്കിന്നിന്റെ ടോൺ നഷ്ടപ്പെടും. ഈ സമയത്ത് ഇവർക്ക് വ്യായാമം വളരെ വളരെ നിർബന്ധമാണ്. ഇതിൽ വ്യായാമം ചെയ്യുന്നതിന് ഒരു പ്രോസസ് ഉണ്ട്. എങ്ങനെയെന്ന് വെച്ചാൽ, ആദ്യത്തെ 10 മിനിറ്റ് കാർഡിയോ വർക്കൗട്ടും പിന്നെ അരമണിക്കൂർ വെയിറ്റ് എടുക്കുന്ന രീതിയിലുള്ള വർക്കൗട്ടും, അതൊരു കോച്ചിന്റെ ഗൈഡിങ് തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ ജിമ്മിൽ പോകുന്നതാണെങ്കിലും നിങ്ങളിപ്പോ ന്യൂട്രീഷൻ സെന്ററിൽ പോകുന്നതാണെങ്കിലും അവിടെ ഒരു കോച്ച് ഉണ്ടാവും. ആ കോച്ചിന്റെ ഗൈഡിങ്ങോട് കൂടിയിട്ട് മാത്രം എന്ത് ചെയ്യുക, നമ്മളുടെ ഭക്ഷണങ്ങൾ നമ്മൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ എന്താന്ന് വെച്ചാൽ, ഈ വയറിൽ ഡെപ്പോസിറ്റ് ആയ ഈ ഒരു ഫാറ്റിനെ നമുക്ക് കളയാനായിട്ട് പറ്റും. അതേപോലെ തന്നെ നിങ്ങളുടെ സ്ട്രെസ് കുറക്കാനായിട്ടും നല്ല ന്യൂട്രീഷൻ കൊടുത്തു നോക്കൂ. അതായത് വൈറ്റമിൻസ് ഉണ്ട്, മിനറൽസ് ഉണ്ട് അല്ലെ. നമ്മളെ ഫുഡിലെ വൈറ്റമിൻസ് എന്താ, വൈറ്റമിൻ A, B, C ആണല്ലോ. മിനറൽസ് എന്താണ്, കാൽസ്യം, പൊട്ടാസ്യം, ഇതൊക്കെയാണ്. ഇത് രണ്ടും ഒരുപോലെ, അതായത് ഇതൊക്കെ മില്ലിഗ്രാം അളവിലേ നമുക്ക് വേണ്ടുള്ളൂ എന്ന് നമുക്കറിയാം. എന്നാൽ ഇത് കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടില്ല എങ്കിൽ നമ്മുടെ സ്ട്രെസ്സിന്റെ പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കും. ഡെയിലി ഹാബിറ്റിൽ വരുന്ന ഓരോ വിഷയങ്ങളും നമ്മളെ വല്ലാതെ മാനസികമായിട്ടും ശാരീരികമായിട്ടും നമ്മളെ തളർത്തും. അപ്പൊ ഇത് കറക്റ്റ് കൊടുക്കാൻ പറ്റുകയാണ് എങ്കിൽ നിങ്ങളുടെ സ്ട്രെസ്സിനെ കുറക്കാനായിട്ട് പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോണിനെ കൺട്രോൾ ചെയ്ത് കറക്റ്റ് ആക്കി എടുക്കാനായിട്ടും നമുക്ക് സാധ്യമാണ്. ഓക്കെ, അപ്പം ഈ ഒരു ഫോളോ അപ്പ് ആണ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് കൊണ്ടുപോകേണ്ടത്. ഫസ്റ്റ് വൺ എന്താണ്, നിങ്ങൾ ഡെയിലി റൊട്ടീന് കറക്റ്റ് ആയിട്ട് ഒരു എന്താ പറയുക ടൈം ടേബിൾ പോലെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഷെഡ്യൂൾ ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങളുടെ വെയിറ്റിനനുസരിച്ചിട്ടുള്ള 20 കിലോന് 1 ലിറ്റർ വെള്ളം, അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാവുന്ന കാര്യമാണ്. ഇത് ദിവസം കേട്ട് പോകുന്നതിനെ കൊണ്ട് കാര്യമില്ല, നിങ്ങൾ ചെയ്താൽ മാത്രമാണ് ഇത് റിസൾട്ട് കിട്ടുള്ളൂ. ഇപ്പം നിങ്ങളൊരു ന്യൂട്രീഷൻ സെന്ററിൽ പോകുമ്പോ വേറൊരാളുടെ റിസൾട്ട് കാണുമ്പോ എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് ചിന്തിക്കും. ഓക്കെ, എന്ന് നിങ്ങൾ മറ്റുള്ള ആൾക്കാരോട് പറയുന്നതിലുപരി നിങ്ങളുടെ കോച്ചിനോട് പോയി ചോദിക്കുക, അവരെന്താ ചെയ്തേ, അവർക്ക് എങ്ങനെ റിസൾട്ട് കിട്ടിയ, അവരെന്തൊക്കെയോ കഴിച്ചേ. അപ്പൊ നമ്മളും അത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് ഫാസ്റ്റ് ആയിട്ട് റിസൾട്ട് കിട്ടും. ഇനി വയർ ഓൾറെഡി നമുക്ക് ഇത് വരാതിരിക്കാനും, ഇനിയിപ്പോ അതായത് വയറൊക്കെ കുറഞ്ഞ് നോർമലായ ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ ഞാനിപ്പോ പറഞ്ഞു. ഇപ്പൊ ഓൾറെഡി നിങ്ങൾക്ക് വയറുണ്ട്, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഞാൻ ഈ പറഞ്ഞതുപോലെ ഡെയിലി നിങ്ങളുടെ എക്സസൈസ് ഓറിയന്റഡ് ലൈഫ് ആയിരിക്കണം, വാട്ടർ ഇൻടേക്ക് മസ്റ്റ് ആയിരിക്കണം, പ്രോപ്പർ ആയിട്ട് ഉറങ്ങണം. 7 തൊട്ട് 8 മണിക്കൂർ വരെ നമുക്ക് ഉറങ്ങുകയാണെങ്കിൽ ഈ സ്കിന്നി ഫാറ്റിനെ കളയാൻ സഹായിക്കുന്നതാണ് പഠനം പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമാണ്, നമ്മള് ഈ ടൈം വെച്ചിട്ടുള്ള ഫുഡ്, ഒരുപാട് ലേറ്റ് ആയിട്ട് ഫുഡ് കഴിക്കാൻ പാടില്ല. 4 മണിക്കൂർ ഗ്യാപ്പിലാണ് നമ്മൾ ഫുഡ് കഴിക്കണം. നിങ്ങൾക്ക് അറിയാം, ന്യൂട്രീഷൻ ഷേക്ക് മിക്സ് കഴിച്ച 4 മണിക്കൂറിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഉച്ചഭക്ഷണം കഴിക്കണം. അത് തന്നെ അതിൽ കാർബ് വളരെ തുച്ഛമായ അളവിലും പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ കുറച്ച് കൂടുതലായിട്ട് നമ്മൾ കഴിക്കേണ്ടതുണ്ട്.
ഒരിക്കലും ഭക്ഷണത്തിന്റെ കൂടെ ആവശ്യത്തിൽ കൂടുതലായിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്, വെള്ളം കഴിക്കാനായിട്ട് പാടില്ല. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് രാത്രിയത്തെ ലേറ്റ് ആയിട്ടുള്ള ഫുഡ്. നിങ്ങൾ ലേറ്റ് ആയിട്ട് ഇനിയിപ്പോ ഫുഡ് കഴിക്കുന്നില്ല, നേരത്തെ കഴിച്ചു എന്ന് വിചാരിക്കും, ഒരു 6 മണി 6:30 7 മണിക്കൊക്കെയാണ് നിങ്ങൾ ഫുഡ് കഴിക്കുന്നത്. രാത്രിയത്തെ ദഹിക്കാനായിട്ട് മിനിമം 3.5 മണിക്കൂർ തൊട്ട് 4 മണിക്കൂർ വരെ വേണം, പ്രത്യേകിച്ച് നൈറ്റില്. കാരണം 4 മണിക്ക് ശേഷം നമ്മളെ ഫുൾ ഓർഗൻ എന്താണ്, ടയേർഡ് ആണ്. ഈ സമയത്ത് നമ്മൾ കൊടുക്കുന്ന ഫുഡ് അത്രയും ഹെവിയാണ്. അതായത് പല ആൾക്കാരും ഇന്ന് ഹോട്ടൽ ഫുഡാണ്, നിങ്ങൾക്കറിയാം. ഒന്നിട്ടുണ്ടെങ്കിൽ ഗോതമ്പ് പൊറോട്ട അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിച്ച്, മന്തി അങ്ങനെയൊക്കെ വാങ്ങിച്ച് വളരെ എൻജോയ് ചെയ്ത് ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോവാന്നുള്ളതാണ് ഇപ്പൊ എല്ലാവരും ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത്. എത്ര കാലം എന്നറിയില്ല, അപ്പൊ നന്നായിട്ട് കഴിച്ചിട്ട് പോവാലോ, കഴിച്ചിട്ട് പോകണം, അതാണ് വിഷയം. കഴിച്ചിട്ട് അവിടെ ഇരിക്കരുത്, കിടക്കരുത്, കഴിച്ചിട്ട് പോകണം. അല്ലെങ്കിൽ എന്താവെന്ന് വെച്ചാൽ നിങ്ങളുടെ സമയക്കുറവ് നിങ്ങളിപ്പൊ പറയും അല്ലെ. നമ്മളെല്ലാവരും എനിക്ക് സമയമില്ല, ന്യൂട്രീഷൻ സെന്ററിൽ പോവാൻ സമയമില്ല, അതേപോലെ തന്നെ വെള്ളം കുടിക്കാനായിട്ട് സമയമില്ല, യൂറിൻ പാസ് ചെയ്യാനായിട്ട് സമയമില്ല, ഉറക്കം കറക്റ്റ് ആവുന്നില്ല, ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരടുത്ത് എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ. നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയി കിടന്നാൽ നിങ്ങളെ സമയം മാത്രമല്ല നിങ്ങൾ കളയുന്നത്, നിങ്ങളുടെ ബന്ധുക്കളുടെ സമയം കൂടി നിങ്ങൾ കളയും. നിങ്ങൾ കാരണം അവരെ ഒക്കെ പണി അവർ നിർത്തി നിങ്ങൾക്ക് കാവല് നിൽക്കേണ്ടി വരും. അവരെ കീശേന്നും പൈസ പോകും. നാളെ ഒരാളുടെ മുമ്പിൽ കൈ നീട്ടാത്ത അവസ്ഥയിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ശാരീരികപരമായിട്ടും മാനസികപരമായിട്ടും ഹെൽത്തി ആയിരിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് ഒരു ദിവസം നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അതെല്ലാവരും ശ്രദ്ധിക്കുക. അപ്പൊ നിങ്ങളുടെ ഈ സമയക്കുറവ് നിങ്ങളെ തന്നെയാണ് കൊല്ലുന്നത്, അത് മറക്കരുത്. നിങ്ങളുടെ മക്കളെയാണ് കൊല്ലുന്നത്. അപ്പൊ നിങ്ങൾ സമയമില്ല എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആരോഗ്യത്തിന് നിങ്ങൾ ഇപ്പൊ സമയം കണ്ടെത്തിയാൽ നാളെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റു പലരും സമയം കണ്ടെത്തേണ്ടി വരില്ല. ഇത് പ്രത്യേകം നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. ഇനിയിപ്പം ക്യാഷിന്റെ കാര്യം ആയിക്കോട്ടെ, ക്യാഷ് നമ്മള് പെട്ടെന്ന് എന്തെങ്കിലും വന്നാൽ ഒരു വലിയൊരു എമൗണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ട് കൊടുക്കുന്നുണ്ട്. പോട്ടെ, ഒരു കല്യാണ ഡ്രസ്സ് വാങ്ങാനായിട്ട് മറ്റുള്ള ആൾക്കാരുടെ താല്പര്യപ്രകാരം അല്ലെ, മറ്റുള്ള ആൾക്കാർ എന്ത് കരുതും ഞാൻ ഈ ഡ്രസ്സ് ഇട്ട് പോയാല്, മറ്റുള്ള ആൾക്കാർ എന്ത് കരുതും എന്റെ മോൾ ഈ ഡ്രസ്സ് ഇട്ടാല്, മറ്റുള്ള ആൾക്കാർ എന്ത് കരുതും എന്റെ ഭാര്യ ഇങ്ങനെ പോയാല് എന്നുള്ള രീതിയിൽ പൈസ ചെലവാക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ മറ്റുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടല്ല നിങ്ങൾ പൈസ ചെലവാക്കേണ്ടത്, നിങ്ങളുടെ ഹെൽത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ആദ്യം പൈസ ചെലവാക്കേണ്ടത്. എന്നിട്ട് എന്ത് ചെയ്യാം, ആ ആരോഗ്യത്തില് നിങ്ങൾ സമ്പാദിച്ചിട്ട് നിങ്ങളുടെ കുടുംബം വളരെ സന്തോഷമായിട്ട് കൊണ്ടുപോവാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി ഓൾറെഡി ഫാറ്റ് ഉണ്ട്, ഇനിയും ഫാറ്റ് ഉണ്ട്, ഇവരെന്താ ചെയ്യണ്ടേ? ശരിക്ക് പറഞ്ഞാൽ 2 നേരം ന്യൂട്രീഷൻ എടുക്കുക, 2 നേരം ന്യൂട്രീഷൻ എടുക്കുക, 2 ടൈം സാലഡ്സ് എടുക്കുക, 1 ടൈം ലഞ്ചിൽ നിങ്ങളുടെ കോച്ച് ഗൈഡ് ചെയ്യുന്ന തരത്തിലുള്ള ഫുഡ് കഴിക്കാം. ഇതിന്റെ കൂടെ ഒരു സപ്ലിമെന്റ് കൂടി നമുക്ക് ആവശ്യമാണ്. ഒന്ന് സെല്ലുലോസ്, ഒന്ന് ഹെർബൽ കൺട്രോൾ. സെല്ലുലോസ് എന്ന് പറയുന്നത് കോൺ സിൽക്കിന്റെ എക്സ്ട്രാക്ട് ആണ് വരുന്നത്. ഇത് നമ്മളെ ബോഡിയിലുള്ള കൂടുതലായിട്ടുള്ള നീർക്കെട്ടിനെ കളയാനും ഫാറ്റിനെ കളയാനായിട്ടും സഹായിക്കും. അത് മാത്രമല്ല നമ്മുടെ ബോഡി നല്ല ഷേപ്പ് ആയിട്ട് വരാനായിട്ടും നമുക്ക് കൂടുതലായിട്ട് സൂപ്പർ ആയിട്ട് സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഹെർബൽ കൺട്രോൾ ആണ്. ഹെർബൽ കൺട്രോൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് പറയുന്നത്, നമ്മളെ മെറ്റബോളിസത്തിന്, അതായത് മെറ്റബോളിസം കൂടുതലും കുറവും വരുമ്പോഴാണല്ലോ ഒരു ഹ്യൂമൻ ബോഡി ഒന്നിട്ടുണ്ട് തടിച്ച അവസ്ഥയിൽ, അതായത് ഒബീസിറ്റി ഉള്ള അവസ്ഥ, അല്ലെങ്കിൽ തീരെ മെലിഞ്ഞ, അതായത് മാൽ ന്യൂട്രീഷൻ ബാധിച്ച അവസ്ഥ ഇതിലേക്ക് പോകുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, മെറ്റബോളിസത്തിനെ കറക്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സൂപ്പർ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഹെർബൽ കൺട്രോൾ. ഇത് കഴിക്കുന്നതിന് സമയമുണ്ട്, ഇത് എത്ര എണ്ണം കഴിക്കണം എന്ന് നിങ്ങളുടെ വെയിറ്റിനനുസരിച്ചിട്ട് നിങ്ങളുടെ കോച്ച് ഗൈഡ് ചെയ്ത് തരും. അപ്പൊ ഇന്ന് തൊട്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാല്, വെയിറ്റ് കുറയാനുള്ള ആൾക്കാരാണ് എങ്കിൽ നമ്മളെ ഹെർബൽ ടീ അഫ്രഷിനെ പറ്റി അറിയാത്തത് ആരും തന്നെ ഇല്ല. ഇത് 3 ടൈം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതും നിങ്ങളുടെ വയറ് കുറക്കാനായിട്ട് സൂപ്പർ ആയിട്ട് സഹായിക്കും. കാരണം ഗ്രീൻ ടീ ഓറഞ്ച് പീക്കോ എക്സ്ട്രാക്ട് ആണ് ഇതിൽ വരുന്നത്. അതേപോലെ തന്നെ നമ്മളുടെ സെല്ലുലോസ് നിങ്ങളുടെ ബോഡിയിൽ കെട്ടി നിൽക്കുന്ന ഫ്ലൂയിഡിനെ കളയാനായിട്ടും അതിനെ ബാലൻസ് ചെയ്യാനും യൂട്രസ് ക്ലിയർ ആക്കാനായിട്ടും സൂപ്പർ ആയിട്ട് സപ്പോർട്ട് ചെയ്യും. നമ്മുടെ ബോഡി ഷേപ്പ് സൂപ്പർ ആക്കും. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ വരുന്ന കണ്ടന്റ് നമ്മളെ ഹോർമോണിനൊക്കെ കറക്റ്റ് ചെയ്യും. അതായത് നമ്മുടെ ന്യൂട്രീഷൻ ഫുഡും ഈ സപ്ലിമെന്റും ഒരുപോലെ കൊടുക്കുമ്പോൾ നമ്മൾ ഹോർമോണൊക്കെ കറക്റ്റ് ചെയ്ത് വന്ന് നമ്മൾ വളരെ ഹെൽത്തി ആയിട്ട് മുമ്പോട്ട് പോകാനായിട്ട് സഹായിക്കുന്നു. ഹെർബൽ കൺട്രോൾ നിങ്ങളെ എനർജിയെ ബൂസ്റ്റ് ചെയ്യാനും അതേപോലെ തന്നെ നിങ്ങളെ മെറ്റബോളിസം കറക്റ്റ് ചെയ്യാനായിട്ടും സഹായിക്കുന്നു.
ഞാൻ ഐഡിയൽ വെയിറ്റ് ആണ്. എന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 158 ആണ്. എന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 55 ആണ്. അപ്പൊ എന്നിട്ടും ഞാൻ എന്തിനു ഹെർബൽ കൺട്രോൾ കഴിക്കണം? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അതായത് ഞാൻ ആദ്യം, അതായത് ഒരു 6 വർഷം മുമ്പേ മധുരത്തിനോട് ഭയങ്കര ഇഷ്ടമുള്ള ആളായിരുന്നു ഞാൻ. അപ്പം ഇതിന്റെയൊക്കെ ഫാറ്റ് കാരണം എനിക്കിനി ബെല്ലി ഫാറ്റ് കുറയാനുണ്ട്, സ്കിന്നി ഫാറ്റ് കുറയാനുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഹെർബൽ കൺട്രോൾ എടുക്കുന്നുണ്ട്. അതേപോലെ സെല്ലുലോസ് എടുക്കുന്നുണ്ട്. ഇതെന്തിനാ? വെയിറ്റ് കുറക്കാൻ. എനിക്ക് വെയിറ്റ് അല്ലേ കുറക്കണ്ട, അത് ഞാൻ 2 നേരം ന്യൂട്രീഷൻ എടുത്തിട്ട് കഴിച്ചു തീർത്ത് വെയിറ്റ് കുറച്ചോളും എന്നല്ല. നിങ്ങളുടെ ബോഡിയിൽ വെയിറ്റ് കുറക്കുന്ന എന്തിനാന്ന് അറിയോ? നിങ്ങൾ ഈ ഓവർ ആയിട്ടുള്ള ഫാറ്റ് കൂടിയത് കൊണ്ടാണ് നിങ്ങൾ വെയിറ്റ് കൂടിയത്. അല്ലാതെ വെയിറ്റ് എന്ന് പറയുന്നത് നമ്മൾ മുറിച്ച് കളയുന്ന ഒരു സംഭവം അല്ലല്ലോ. ഉള്ളില് ഫാറ്റ് അത്ര കണ്ട് ഡെപ്പോസിറ്റ് ആയോ അതിനനുസരിച്ച് നിങ്ങൾ വണ്ണം കൂടും. ഈ ഫാറ്റിനെ കളയാനായിട്ട് കഴിക്കേണ്ട സപ്ലിമെന്റ് നിങ്ങൾ കഴിച്ചേ പറ്റുള്ളൂ. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് കറക്റ്റ് വെയിറ്റ് ലോസ് കിട്ടുള്ളൂ. അത് മാത്രല്ല, എവിടെ തുടങ്ങിയോ അവിടെ തന്നെ നിങ്ങൾ അവസാനിപ്പിക്കണം. നിങ്ങളുടെ കോച്ചിന്റെ കൈ നിങ്ങളെ റിസൾട്ട് കിട്ടിയാലും നിങ്ങൾ വിടാൻ പാടില്ല. ലൈഫ് ലോങ് നിങ്ങൾക്ക് ഒരാൾ ആവശ്യമുണ്ട് എങ്കിൽ അതൊരു വെൽനസ് കോച്ചിന്റെ കൈയാണ്. നിങ്ങൾക്ക് ആരോഗ്യത്തോടെ ഇരിക്കണോ എങ്കിൽ എന്ത് വേണം? ലൈഫ് ലോങ് നിങ്ങളെ കോച്ചിന്റെ കൈ മുറുകെ പിടിച്ചോളണം. അവര് ഗൈഡ് ചെയ്ത് തരും എങ്ങനെ ഹെൽത്തി ആയിട്ട് ഫാമിലി ആയിട്ട് മുമ്പോട്ട് പോവാന്നുള്ളത്. ഓക്കെ, ഇന്നത്തെ ഒരു സെഷൻ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ചെറിയ ചെറിയ കാര്യമാണ് ഇത്, കേട്ടു പോവാനുള്ളതല്ല, അപ്ലൈ ചെയ്യാനുള്ളതാണ്. എന്നാൽ മാത്രമാണ് നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ. രാവിലെ ഞാൻ എഡ്യൂക്കേഷൻ കേട്ടു എന്ന് പറയുന്നതിന് നിങ്ങൾ എന്ത് ചെയ്യരുത്? കേട്ടു പോകരുത്. നിങ്ങൾ ആദ്യം ഇത് അപ്ലൈ ചെയ്യണം. എന്നിട്ട് നിങ്ങൾ വയറൊക്കെ കുറച്ച് വളരെ ഹെൽത്തി ആയിട്ട്, വയറ് നന്നായാൽ വീട് നന്നായി. വയറ് കൂടുമ്പോ വിസറൽ ഫാറ്റ് കൂടുമ്പോ നിങ്ങൾക്ക് പല അസുഖങ്ങൾ വരും. കാൽ നഖം തൊട്ട് മുടി നാര് വരെ വരുന്ന എല്ലാ അസുഖങ്ങൾക്കും കാരണം നമ്മുടെ വയറിൽ അടിഞ്ഞുകൂടിയ ഫാറ്റ് തന്നെയാണ്. ഇത് കുറക്കാതെ നിങ്ങൾക്ക് ഈ ഒരു അസുഖങ്ങൾക്ക് ഒന്നും തന്നെ പരിഹാരം കാണാൻ പറ്റില്ല. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി. ഇത് കുറഞ്ഞാലും പ്രശ്നമാണ്, കൂടിയാലും പ്രശ്നമാണ്. ന്യൂട്രീഷൻ കൂടിയാലും ബോഡിയിൽ പ്രശ്നമാണ്, ന്യൂട്രീഷൻ കുറഞ്ഞാലും പ്രശ്നമാണ്. ഇത് ബാലൻസ്ഡ് ന്യൂട്രീഷൻ ആണ് നമ്മളെ ഫുഡ് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ ഒരു ഫുഡ് കഴിക്കാനായിട്ട് നമുക്ക് ഭാഗ്യം കിട്ടിയതിന് ആദ്യം ദൈവത്തിനോട് നന്ദി പറയാറുണ്ട്. ഞാൻ പലരും ഇന്ന് പുറത്തുനിന്ന് നെഗറ്റീവും പോസിറ്റീവും പറയുമ്പോൾ ഇന്നും ഞാൻ പറയുന്നു, ഇന്നും ഞാൻ ഹെൽത്തി ആയിരിക്കുന്നത്, വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നത് ഈ ഹെർബലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്റ്റ് ഉള്ളത് കൊണ്ടും, അതേപോലെ അത്രയും നല്ല കമ്മ്യൂണിറ്റിയാ, നല്ലൊരു സിസ്റ്റവും, അതേപോലെ നല്ലൊരു കോച്ചേഴ്സിനെയും ഗൈഡിങ്ങും കിട്ടിയത് കൊണ്ട് മാത്രമാണ്. ഫ്രം ദ ഹാർട്ടിന് താങ്ക്സ് പറയാണ്. ഇനി നമുക്ക് 1-2 പേരുടെ റിസൾട്ട് കൂടി കേട്ടിട്ട് നമ്മുടെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാം. ഞാൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 2 പേർക്ക് എന്ത് ചെയ്യാം? റിസൾട്ട് ഷെയർ ചെയ്യാം. ഞാൻ ഈ പറഞ്ഞ പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്തവരായിരിക്കണം. സെല്ലുലോസും ഹെർബൽ കൺട്രോളും. ആരാണ് മ്യൂട്ട് മാറ്റുന്നത്? ഗുഡ് മോർണിംഗ്. വിനോദ്. എന്റെ പേര് വിനോദ്. പറഞ്ഞോളൂ. ഞാൻ ഈ കമ്മ്യൂണിറ്റിയിൽ വരുന്നതിന് മുമ്പ് 25 കിലോ വെയിറ്റ് ഉണ്ടായിരുന്നു. ഈ വെയിറ്റ് എങ്ങനെ കുറയ്ക്കണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ അതിൽ തന്നെ കുറെ മെത്തേഡുകൾ നമ്മൾ നോക്കിയായിരുന്നു. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് നടക്കും, അല്ല നമുക്കറിയാവുന്ന എല്ലാ വർക്കൗട്ടുകളും നമ്മൾ ചെയ്യായിരുന്നു. പക്ഷെ നമ്മൾ ആദ്യമായിട്ട് ഒരു കോച്ചിന്റെ സഹായത്തോടു കൂടി ഒരു ന്യൂട്രീഷൻ സെന്ററിൽ ചെന്നു. അവിടെ ചെന്ന് നമ്മുടെ പാരാമീറ്റേഴ്സ് ഒക്കെ നോക്കി BMI BMR ഒക്കെ വളരെ കൂടുതലായിരുന്നു. അപ്പൊ കോച്ച് എന്താണോ പറഞ്ഞത് അത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തപ്പോഴാണ് ഒരു 2.5 മാസം കൊണ്ട് എന്റെ 25 കിലോ എക്സസ് വെയിറ്റ് കുറച്ച് ഐഡിയൽ വെയിറ്റിൽ എത്താൻ പറ്റി. അതേപോലെ ദൈവം തന്നെ ഒരു വരദാന ജലം, അത് എങ്ങനെയാ കഴിക്കേണ്ടതെന്ന് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ലായിരുന്നു. പക്ഷെ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ വന്നു, ആ കറക്റ്റ് ആയിട്ട് കോച്ച് എന്താണോ പറഞ്ഞത് അത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തതിന്റെ ഫലമായിട്ടാണ് നമുക്ക് ആ 25 കിലോ വെയിറ്റ് കുറയ്ക്കാൻ സാധിച്ചത്. അതുപോലെ നമ്മളെ സമൂഹത്തിൽ നമ്മൾ ഒറ്റപ്പെടുത്തുമ്പോൾ ഈ ഒരു കമ്മ്യൂണിറ്റി മാത്രമാണ് നമ്മുടെ കൈ ചേർത്ത് പിടിച്ച് നമുക്ക് വേണ്ടത് എന്താണോ, അതായത് ഒരു അമ്മ ഒരു കൊച്ചിനോട് ചോദിക്കും പോലെ എന്തോരം വെള്ളം കുടിച്ചു, പ്രഷർ എടുത്തോ, ഷേക്ക് എടുത്തോ, അങ്ങനെ കറക്റ്റ് ആയിട്ട് ആ ചോദിച്ചതിന്റെ ഫലമായിട്ട് മാത്രമാണ് നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടിയത്. ഇതിൽ തന്നെ ഗൈഡ് ചെയ്ത എന്റെ കോച്ച് ജയ, സീനിയർ കോച്ച് റസിയമോൻ നൗഷാ സാറിന് ഫ്രം ദ ഹാർട്ടിൽ നിന്ന് ഞാൻ താങ്ക്സ് പറയുന്നു. താങ്ക് യു മാർക്കൂസ്. എന്റെ പേര് ശരത്താണ്. ഞാൻ മൂവാറ്റുപുഴയിൽ ജോയിൻ ചെയ്യുന്നു. ഞാൻ ഈ കമ്മ്യൂണിറ്റിയിൽ വന്നിട്ട് ഇപ്പോ ഏകദേശം ഒരു 8 ദിവസം ആയിട്ടുള്ളൂ.
എനിക്ക് ടോട്ടൽ ഉണ്ടായിരുന്ന വെയിറ്റ് 82 ഉണ്ടായിരുന്നു. ഇപ്പൊ ഒരു 1 kg എനിക്ക് നിലവിൽ കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. മെയിൻ ആയിട്ട് എനിക്ക് റിസൾട്ട് എന്ന് പറയുന്നത് എന്റെ അസിഡിറ്റി പ്രോബ്ലംസ് ആയിരുന്നു. എനിക്ക് ഡെയിലി ജസ്റ്റ് വെള്ളം കുടിച്ചാൽ പോലും എനിക്ക് അസിഡിറ്റി ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അയമോദകം പോലുള്ള ഗുളികളെയാണ് ഞാൻ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ എനിക്ക് 7 ദിവസം കൊണ്ട് അതൊക്കെ ഒഴിവാക്കാൻ സാധിച്ചു. അപ്പോ എനിക്ക് നല്ല രീതിയിൽ ഇപ്പോ എന്താ പറയാ, ഫുഡിന് ഒരു കൺട്രോൾ ഇല്ലാത്ത ഒരാളായിരുന്നു. കിട്ടുന്ന സമയത്ത് ഫുഡ് കഴിക്കുക, അങ്ങനെ ഒരു ബാങ്കിങ് മേഖലയിൽ ജോലി ചെയ്തുകൊണ്ട് സമയം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ എന്റെ ഫുഡിന്റെ മേലൊരു കൺട്രോളും എനിക്ക് കറക്റ്റ് സമയത്ത് വെള്ളം കുടിക്കുവാനും എല്ലാം ഈ കമ്മ്യൂണിറ്റിയിൽ വന്നതിന് സാധിക്കുന്നുണ്ട്. അത് നമ്മുടെ കോച്ച് കറക്റ്റ് ആയിട്ട് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതുകൊണ്ട് മാത്രം നമുക്കത് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്. എങ്ങനെയാണ് ഇപ്പോ നമ്മുടെ ന്യൂട്രീഷൻ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആദ്യത്തെ ആ ഒരു ഭക്ഷണ രീതിയും ഇപ്പോഴത്തെ ഭക്ഷണ രീതിയും വെച്ച് നോക്കുമ്പോ ഏതാണ് കറക്റ്റ് എന്ന് തോന്നുന്നത് ശരത്തിന്? ഇപ്പത്തെയാണ് കറക്റ്റ്. കാരണം നമുക്ക് കറക്റ്റ് ടൈമിൽ നമുക്ക് എല്ലാം ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട്. ടൈമിന് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെന്താ ഗുണം തോന്നിയേ? ഇപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് നമ്മുടെ ബോഡിയിൽ വരുന്ന ഓരോ ചേഞ്ചസ് നമുക്ക് കറക്റ്റ് ഫീൽ ആവുന്നുണ്ട്. അതായത് നമുക്കൊരു കയ്യിലൊരു ഭാരം പിടിച്ച് നടക്കുന്ന ഫീലൊക്കെ ആയിരുന്നു. ഒട്ടും ഒരു കംഫോർട്ട് അല്ലായിരുന്നു. ഇപ്പൊ നമുക്കൊരു എന്താ പറയാ, ശരീരം നമുക്കൊരു ഫ്രീ ആയി. ഈ പ്രോഗ്രാം ചെയ്യുന്നതിന് മുമ്പ് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നോ? എനിക്കിത് പറ്റുമോ ഇല്ലയോ എന്നുള്ള കൺഫ്യൂഷൻസ് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അത് ഈ പ്രോഗ്രാം ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ജിമ്മിലും കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരുന്ന ആളായിരുന്നു. പക്ഷെ അത് പോയിട്ട് എനിക്കത് ഒരു സംതൃപ്തി എന്താ പറയാ, ബോഡിയിൽ ചേഞ്ച് വരുന്നുണ്ട്. പക്ഷെ അത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം ഫുഡിന്റെ തന്നെ ഞാൻ പ്രശ്നമാണ്. ഇവിടെ വന്നപ്പോ തന്നെ ആദ്യം ഒത്തിരി നെഗറ്റീവും കാര്യങ്ങളൊക്കെ മരുന്നാണ്, ഫുഡ് കലക്കി കുടിക്കുന്നു, അങ്ങനെ ഒത്തിരി കമന്റുകൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ വന്ന എല്ലാരും ഒരുമിച്ച് നമ്മുടെ കോച്ചിന്റെ തന്നെയാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അതെ, വെരി ഗുഡ്. താങ്ക് യു ശരത്, താങ്ക് യു സോ മച്ച്. അതായത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട കാര്യം, പുറമേയുള്ള ആൾക്കാർക്ക് നമ്മൾ എന്താണെന്ന് അറിയില്ല. അല്ല, ഇത് കഴിച്ച ആൾക്ക് വ്യക്തികളാണ് എങ്കിൽ തന്നെ അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഗൈഡിങ് കിട്ടിയിട്ടുണ്ടാവില്ല. ന്യൂട്രീഷൻ എന്താണ്, അതായത് വേണ്ടെന്ന് എടുത്തിട്ട് വേണ്ട അതിനെ സൂപ്പർ ആയിട്ട് കളയുന്ന ഒരു എക്സലന്റ് ഫുഡാണ് നമ്മുടെ ഹെർബലൈഫ് ന്യൂട്രീഷൻ ഫുഡ് എന്ന് പറയുന്നത്. ഇതിനെ കൊണ്ട് ഞാൻ പറയുന്ന ഒരു സൈഡ് എഫക്റ്റും വരില്ല. നിങ്ങളുടെ ശരീരം അറിഞ്ഞ് നിങ്ങൾ ഇത് കൊടുക്കുകയാണ് എങ്കിൽ ഒരു കാരണവശാലും സൈഡ് എഫക്റ്റ് വരില്ല. ഇനി തോന്നിയതുപോലെ കഴിക്കുമ്പോഴാണ് വിഷയങ്ങൾ വരുന്നത്. നിങ്ങളെ ഹെൽത്ത് കണ്ടീഷൻ മനസ്സിലാക്കിയിട്ട് നിങ്ങളെ ഫുഡ് ചാർട്ട് നിങ്ങളുടെ കോച്ച് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. അത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ സൂപ്പർ ആയിട്ട് റിസൾട്ട് എടുക്കാനായിട്ട് സാധിക്കും. ഇനി എന്റെ റിസൾട്ട് ഞാൻ ഷെയർ ചെയ്യാം, സമയം വളരെ കുറവാണ്. അപ്പം ഞാനും കൂടി എന്റെ റിസൾട്ട് ഷെയർ ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ പ്രോഗ്രാം അവസാനിപ്പിക്കാം. ഞാന് ഒരു 9 വർഷമായിട്ട് മെഡിസിൻ റെഗുലർ ആയിട്ട് യൂസ് ചെയ്ത ആളായിരുന്നു ബിഫോർ ഹെർബലൈഫ്. സ്കിന്നിന്റെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു, പീരീഡ്സ് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു, പിമ്പിൾസ് ഒരുപാട് ഉണ്ടായിരുന്നു. ഫേസിൽ മാത്രമല്ല ദേഹത്തൊക്കെ ഉണ്ടായിരുന്നു. ഇന്നേഴ്സ് പോലും ഇടാൻ പറ്റാത്ത അവസ്ഥ, പെയിന്, അതേപോലെ തന്നെ ഭയങ്കര സ്ട്രെസ്. ചെറിയ മക്കളെ, കുഞ്ഞു മക്കളൊക്കെ അടിക്കും. ആ ഒരു ലെവലിലേക്ക് എന്റെ ഹെൽത്ത് കണ്ടീഷൻ മാറി, ഓവറായിട്ട് മെഡിസിൻ കഴിച്ചിട്ട്. സ്കിൻ അലർജി എന്ന് വെച്ചാൽ ചെരുപ്പൊന്നും ചവിട്ടാൻ പോലും പറ്റില്ല, ഷൂ ഷോക്സും ആണ് യൂസ് ചെയ്തത്. ബ്ലഡ് വരും, കാലിന് ബ്ലഡ് വരും. ഇങ്ങനെയൊക്കെ ആയിരുന്നു ലൈഫ്. ഇങ്ങനെ 9 വർഷം ഞാന് വെല്ലൂര്, മിമിക്സ്, പല രീതിയിലുള്ള ട്രീറ്റ്മെന്റ്, ഹോമിയോപ്പതി, യുനാനി, അങ്ങനെയുള്ള പല രീതിയിലുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ടും എനിക്ക് വ്യത്യാസം വന്നില്ല. മെഡിസിൻ ഇങ്ങനെ റെഗുലർ ആയിട്ട് കഴിക്കാണ്. ഓയിൻമെന്റ് പുരട്ടും, ആ സമയത്ത് ശമിക്കും, പിന്നെയും അത് എക്സ്ട്രാ ആയിട്ട് വരും. പിന്നെ BP ഡൗൺ ആയിട്ട് തല കറങ്ങിയിട്ട് വീഴാൻ തുടങ്ങി യാത്രകളിലൊക്കെ. ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോഴത്തേക്ക് എനിക്ക് 2 മക്കളായിട്ടുണ്ടായിരുന്നു. മോൻ 1.5 വയസ്സുള്ളപ്പോഴാണ് ഞാൻ ഈ ഒരു എക്സലന്റ് ന്യൂട്രീഷൻ ഫുഡിനെ പറ്റിയിട്ട് അറിയുന്നതും അവിടെ ഞാൻ പോകുന്നത്. അങ്ങനെ ന്യൂട്രീഷൻ സെന്ററിൽ പോയിട്ട് ഞാൻ എന്ത് ചെയ്തു, എന്റെ ബോഡി പാരാമീറ്റേഴ്സ് ഒക്കെ എനിക്ക് അവിടെയുള്ള കോച്ച് കറക്റ്റ് ആയിട്ട് പറഞ്ഞു തന്നു. ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങളുടെ വിഷയങ്ങൾ ഇങ്ങനെ, ഇതൊന്ന് ആദ്യം ട്രൈ ചെയ്തു നോക്കൂ. അങ്ങനെ 10 ദിവസം ഞാനത് ഫോളോ ചെയ്തു. എക്സലന്റ് റിസൾട്ട് ആയിരുന്നു. കാരണം എനിക്ക് ആ ബ്ലഡ് കയ്യിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഫുഡ് പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥ. സ്പൂൺ വെച്ച് കഴിക്കാറുണ്ട് ഞാൻ ഫുഡ്. എനിക്ക് ഉപ്പ്, എരിവ് ഒന്നും കൈകൊണ്ട് തൊടാൻ പറ്റില്ല. ആ ഒരു രീതിയിലേക്ക് എന്റെ സ്കിന്ന് മാറിയപ്പോ ഞാൻ ഭയങ്കരമായിട്ട് എന്റെ സ്ട്രെസ് ലെവൽ കൂടി.
എങ്ങനെയാണ് ഇനി ലൈഫ് മുമ്പോട്ട് പോയാൽ മക്കൾ എങ്ങനെ നോക്കും എന്തായിരുന്നു അത് ഒരാൾക്ക് പറഞ്ഞാൽ മനസ്സിലായില്ല, അത് അനുഭവിച്ച ആൾക്കാർക്കേ അത് മനസ്സിലാവുള്ളൂ. അങ്ങനെ ഇരിക്കെയാണ് ഞാൻ ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്റെ ബോഡിയിൽ കാൽസ്യത്തിന്റെയും പ്രോട്ടീന്റെയും ഡെഫിഷ്യൻസി ആയിരുന്നു എന്നുള്ളത്. ഇത് ഈ 9 വർഷമായിട്ട് ഞാൻ ട്രീറ്റ്മെന്റ് ചെയ്ത ഒരു ഡോക്ടേഴ്സിനും കണ്ടുപിടിക്കാനോ അതിനുള്ള പരിഹാരമോ തരാനായിട്ട് സാധിച്ചില്ല. കാരണം അവര് എന്റെ അസുഖങ്ങൾ ഞാൻ പറയുന്നു, അതിനുള്ള മെഡിസിൻ ആണ് അവർ തന്നത്. എന്നാൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ന്യൂട്രീഷന്റെ ഗൈഡിങ് അത് സൂപ്പർ ആയിട്ട് നിങ്ങൾക്ക് ന്യൂട്രീഷൻ സെന്ററിൽ മാത്രമേ കിട്ടുള്ളൂ. അത് കറക്റ്റ് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യണം. ഫോളോ ചെയ്യുമ്പോഴാണ് അതിന്റെ ഒരു മിറാക്കിൾ നമ്മുടെ ബോഡിയിലേക്ക് നമുക്ക് അനുഭവിച്ചറിയാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ 10 ദിവസം കഴിഞ്ഞ് ഞാൻ പൈസന്റെ ബുദ്ധിമുട്ട് കൊണ്ട് സ്റ്റോപ്പ് ചെയ്ത് പോയ ആളായിരുന്നു. ഞാൻ പല രീതിയിൽ ഇവര് പറഞ്ഞ പോലെ ഭക്ഷണം കഴിച്ചാൽ പോരെന്നൊക്കെ നോക്കി പല രീതിയിലുള്ള പച്ചക്കറികളും ഫ്രൂട്ട്സുകളും ഒക്കെ ഞാൻ കഴിച്ചു. എന്നിട്ടൊന്നും എനിക്ക് മനസ്സിലായി പ്രോപ്പർ ആയിട്ട് ഫുഡ് കൊടുക്കുന്നുണ്ട് എങ്കിൽ അത് ഹെർബലൈഫ് ന്യൂട്രീഷന്റെ കറക്റ്റ് ആയിട്ടുള്ള അളവ് നമ്മളെ ഉള്ളിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ബോഡിക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊരു മൈന്യൂട്ട് പോലും കളയാതെ പ്രോപ്പർ ആയിട്ട് എത്തിക്കുന്നുണ്ട്. ഇതിലൂടെ എനിക്ക് എന്തായാലും എന്റെ ഹെൽത്ത് ബെറ്റർ ആക്കാനും എന്റെ ലൈഫ് വളരെ ഹെൽത്തി ആയിട്ടും ഹാപ്പി ആയിട്ട് റൺ ചെയ്യാൻ പറ്റുന്നുള്ള ഒരു ബോധം എന്നിലേക്ക് വന്നത് കൊണ്ട് ഞാൻ റീകണക്ട് ആയി 1 വർഷത്തിന് ശേഷം. പിന്നെ എനിക്കത് ഇൻട്രസ്റ്റ് ആയി, ഇതിന് കൂടുതലായിട്ട് പഠിക്കണം. അങ്ങനെയാണ് ഞാൻ കമ്പനി പറയുന്ന രീതിയിലുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ എടുത്ത് നല്ലൊരു വെൽനസ് കോച്ച് ആവാനും ഒരുപാട് പേരെ ഗൈഡ് ചെയ്യാനും അതിലൂടെ ഒരുപാട് പേർക്ക് എന്താ പറയാ ഹെൽത്തും വെൽത്തും കാണിച്ചു കൊടുക്കാനായിട്ട് എനിക്ക് പറ്റി. അതിന് എന്നെ സഹായിച്ച ഹെർബൽ ലൈഫ് ട്രെയിനിങ്ങിനും അതുപോലെ തന്നെ കോച്ചേഴ്സിനും സിസ്റ്റം ലീഡേഴ്സിനും ഒക്കെ ഞാൻ താങ്ക്സ് പറയാണ്. അപ്പൊ നമുക്ക് നല്ലൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ദിവസം കാണാം. സൈനിങ് ഓഫ് ഷംല സിറാജ്. താങ്ക് യു. താങ്ക് യു. Thank you, madam. സൂപ്പർ ക്ലാസ്.